ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. മണ്ണാർശാല ആയില്യമാണ് വരാൻ പോകുന്നത്. ആയില്യത്തെ പറ്റി വളരെ വിശദമായ ഒരു വീഡിയോയും മണ്ണാർശാല ക്ഷേത്ര മഹാത്മ്യവും പൂജാകാര്യങ്ങളെ പറ്റിയുമൊക്കെ വളരെ വിശദമായി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. കേട്ടിട്ടില്ലാത്ത എല്ലാവരും ആ വീഡിയോ ഒന്ന് കേൾക്കണം. കാരണം ആ വീഡിയോയിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടുന്നതായ ധാരാളം കാര്യങ്ങൾ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമ്മൾ കേരളീയരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയെല്ലാം പൊതുവായ പരദേവതയാണ്, നമ്മുടെ ഭൂമിക്ക് അവകാശികളാണ് നാഗദൈവങ്ങൾ. അതുകൊണ്ട് തന്നെ നാഗങ്ങളെ പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. നാഗദോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ കുടുംബം നശിക്കും എന്നാണ് പറയുന്നത്. എന്നാൽ നാഗദൈവങ്ങൾ പ്രസാദിച്ചാൽ നമ്മുടെ സന്തതികൾക്ക് ഗുണമുണ്ടാകും, സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകും, രോഗദുരിതങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും, ദാരിദ്ര്യം ഒഴിയും, ഐശ്വര്യം ഉണ്ടാകും, സമ്പത്ത് ഉണ്ടാകും, ഉന്നതികൾ ഉണ്ടാകും. ഇങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ള സമൃദ്ധികളും പ്രദാനം ചെയ്യുന്നത് നാഗങ്ങളാണ്. പക്ഷെ അവർ കോപിച്ചു കഴിഞ്ഞാൽ എല്ലാം നശിപ്പിച്ചിട്ടേ അവർ പോകും. അത്ര വലിയ ദോഷമാണ് നാഗദോഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരും നിർബന്ധമായും നമ്മൾ താമസിക്കുന്ന ഭൂമിയുടെ അവകാശികളായ നാഗങ്ങളെ പ്രീതിപ്പെടുത്തേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അതിന് എല്ലാ മാസവും ആയില്യം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ നമുക്ക് നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കാം, ദിവസവും പ്രാർത്ഥിക്കാം. ദിവസവും പ്രാർത്ഥിക്കേണ്ടുന്ന ആളുകൾ ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടുംബക്ഷേത്ര ദർശനം നമുക്ക് ശരിയായി നടത്താൻ പറ്റാത്തവര്, കുടുംബക്ഷേത്രം നശിച്ചു കിടക്കുന്ന അങ്ങനെയുള്ള ആളുകള്, നമ്മുടെ വീടുകളിൽ നിന്ന് നാഗങ്ങളെ നമ്മൾ ഒഴിപ്പിച്ച് മറ്റേതെങ്കിലും ക്ഷേത്രങ്ങളിൽ കൊണ്ടുചെന്ന് ആവാഹിച്ച് ഇരുത്തിയിട്ടുള്ള ആളുകള്, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകള്, രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകള്, ഇങ്ങനെ സന്തതികളില്ലാത്ത ആളുകള്, അതാണ് ഏറ്റവും പ്രധാനം. കുഞ്ഞുങ്ങൾ ഇല്ലാത്ത ആളുകള്, കുഞ്ഞുങ്ങൾക്ക് അഭിവൃദ്ധി ഇല്ലാത്ത ആളുകള്, കണ്ണിന് രോഗമുള്ള ആളുകള്, തൊലിപ്പുറത്ത് രോഗമുള്ള ആളുകള്, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ എല്ലാ ദിവസവും നാഗദേവതകളെ പ്രാർത്ഥിക്കണം. അതിന് ഏറ്റവും ഉത്തമമായ ഒരു നാമമുണ്ട്, അത് അഷ്ടനാഗ മന്ത്രമാണ്. ആ മന്ത്രം ഒന്നുകിൽ നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന സമയത്ത് അവിടെ നിന്ന് ജപിക്കാം, അതല്ലെങ്കിൽ വീട്ടിലിരുന്ന് ജപിക്കാം. പക്ഷെ വീട്ടിലിരുന്ന് ജപിക്കുമ്പോൾ കുളിച്ച് ശുദ്ധമായിരുന്ന് വേണം ജപിക്കാനായിട്ട്. അതല്ലെങ്കിൽ ക്ഷേത്ര ദർശനം ചെയ്യുന്ന സമയത്ത് അവിടെ ഇരുന്ന് ജപിച്ചാലും മതി. പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിൽ ഇരുന്ന് ജപിക്കുകയാണെങ്കിൽ വളരെ വളരെ ഉത്തമമാണ്. നാഗക്ഷേത്രങ്ങളിൽ ഇരുന്ന് ജപിക്കുന്നതും വളരെ വളരെ ഉത്തമമാണ്. അഷ്ടനാഗമന്ത്രം എന്നാണ് ഈ മന്ത്രത്തിന്റെ പേര്. ഈ മന്ത്രം 12 പ്രാവശ്യം ജപിക്കണം. 8 നാമ സമൂഹങ്ങളാണ്, 8 നാമങ്ങൾ ചേർന്ന ഒരു നാമമാണ്. ഈ നാമം 12 തവണയാണ് ജപിക്കേണ്ടത്. പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് ജപിക്കാൻ പാടില്ല, പുലയും ബാലായ്മയും ഉള്ള സമയത്ത് ജപിക്കാൻ പാടില്ല. അതല്ലാത്ത സമയങ്ങളിലൊക്കെ തന്നെ 12 പ്രാവശ്യം വെച്ച് നിത്യവും ജപിക്കാം. അതല്ലെങ്കിൽ ആയില്യ ദിവസങ്ങളിൽ, ആയില്യ നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ ജപിക്കാം. ക്ഷേത്ര ദർശനം ചെയ്യുന്ന സമയത്തും ജപിക്കാം. അങ്ങേറ്റം ശ്രേഷ്ഠമാണ്. ഈ നാമം ജപിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നാഗദോഷങ്ങൾ അകലുകയും നാഗരുടെ അപാരമായ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയും ചെയ്യും. നാമം ഇപ്രകാരമാണ്, ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. ഓം അനന്തായ നമഃ, ഓം വാസുകയേ നമഃ, ഓം തക്ഷകായ നമഃ, ഓം കാർക്കോടകായ നമഃ, ഓം ഗുളികായ നമഃ,
ഓം പത്മായ നമഃ. ഓം മഹാപത്മായ നമഃ. ഓം ശംഖപാലായ നമഃ. ഇതാണ് ഈ നാമം. ഈ നാമം നിത്യേന അല്ലെങ്കിൽ ആയില്യം നക്ഷത്ര ദിവസങ്ങളിലൊക്കെ തന്നെ 12 പ്രാവശ്യം വെച്ച് ജപിക്കുന്നത് അങ്ങേയറ്റം ശ്രേഷ്ഠമാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാഗരെ പൂജിക്കേണ്ടുന്നതിന്റെ പ്രാധാന്യത്തെ പറ്റി എല്ലാവർക്കും അറിയാം, എങ്കിലും ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മണ്ണാർശാല മഹാത്മ്യത്തിന്റെ ആ വീഡിയോ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായും അത് കേൾക്കണം, മനസ്സിലാക്കണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.